ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ ദേവി വീണ്ടും ദേവമംഗലത്ത് കയറി വരുമ്പോഴേക്കും ദേവിനെ വീണ്ടും അവിടെ നിന്ന് പടിയിറക്കി വിടാണ് ബാലനും ഗോമതിയും ആനന്ദും കൂടി ചേർന്നിട്ട്. അങ്ങനെ ദേവി വീണ്ടും വീട്ടിലേക്ക് പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, ദേവി നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നിന്നെ ആ വീട്ടിൽ കയറ്റാൻ പറ്റൂല്ലോ. ഈ ശ്രീകല നോക്കട്ടെ, നോക്കിക്കോ, ഈ ശ്രീകലയുടെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ആ വീട്ടിൽ കയറ്റിയിരിക്കും. ഇത് ഈ ശ്രീകലയുടെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശ്രീകല രണ്ടും കൽപ്പിച്ച് ദേവീനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറ്റാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുക കേട്ടോ. അത് കോടതി കയറിയാണെങ്കിൽ കോടതി കയറി, അല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ കോടതി പോകണമെന്നുണ്ടെങ്കിലും അതിനും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേ. അതിന് വേണ്ടി കടം എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ലെന്ന് ശ്രീകല വിചാരിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതായത് ആനന്ദ് ഒരു വിവാഹമോചന നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീകല പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്നിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. സാറേ, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ആ നാട്ടുകാർത്തും അയൽപക്കത്തും ഒക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക് സാറേ. എൻ്റെ മോളെ പോലത്തെ തങ്കപ്പെട്ട പെൺകുട്ടിനെ കിട്ടാനായിട്ട് ആ ബാലൻ്റെ വീട്ടുകാരും തപസ്സിരിക്കണം. എന്നിട്ട് എൻ്റെ മോളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി. ആ വെറുതെ ഒരാൾ നിങ്ങളുടെ മോളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, ആ വീട്ടിൽ നിന്നേ ആ കടയുണ്ടല്ലോ ഗോമതി സ്റ്റോഴ്സ്, അവിടുന്ന് 20,000 രൂപ മോഷണം പോയി. അത് ആദ്യം അവരുടെ അനിയനാണ് എടുത്തെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ എന്ന് പറഞ്ഞ ആളെ മുകളിൽ മോഷണ ശ്രമം കുറ്റം എടുത്തു വെച്ചിട്ട് അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം അത് അയാളല്ല ചെയ്തത്, എൻ്റെ ഭർത്താവ് അതായത് ഉദയഭാനു ആണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോളെ പിടിച്ച് അവർ പുറത്താക്കി. എൻ്റെ മോൾക്ക് ഇതിലൊരു യാതൊരു മനസ്സലിയുമില്ല, അവൾ അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടിയല്ല സാറേ, അവളൊരു പാവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോൾ അവർ അത്രമാത്രം ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നാട്ടുകാർക്കൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് അങ്ങോട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ശരി, ഞങ്ങളതൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പോലീസുകാരും പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ നേരെ അന്വേഷണത്തിന് പോണതോ നമ്മുടെ കൃഷ്ണമംഗലം, അതായത് തൊട്ടടുത്ത വീട് അതാണല്ലോ. അപ്പം അവിടെ അച്യുതനാണെങ്കിൽ ശരിയാ സാറേ അവർ കംപ്ലൈൻറ്റ് പറഞ്ഞത്, ആ പെൺകുട്ടി പാവാ സാറേ, ആ വീട്ടിലെ മരുമക്കളിൽ ഏറ്റവും പാവം ആ പെൺകുട്ടിയാ. ആ പെൺകുട്ടി ആ വീട്ടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ സാറൊന്ന് കാണണം. ആ വീട്ടിലെ എല്ലാ പണികളും ചെയ്യണം ആ പെൺകുട്ടിയാണ്. അത് പോരാണ്ട് ഗോമതി സ്റ്റോഴ്സിൽ പോയി സഹായിക്കുകയും ചെയ്യാം ആ പെൺകുട്ടി. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ. അത് മാത്രമല്ല സാറേ, ആ വീട്ടിലുള്ളപ്പോഴാണ് ആ പെൺകുട്ടിയുടെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് പോലീസുകാർ ചോദിക്കേണ്ട. ശേഷം അടുത്തുള്ള വേറെ നാട്ടുകാർത്തൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവിനെ കുറിച്ച് നല്ലത് മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ. അപ്പോൾ പോലീസുകാരുടെ മനസ്സിൽ പോലും ആനന്ദാണ് തെറ്റുകാരനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസ് അത് വാല്യൂ ഉള്ള കേസാണ്, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ പരിഹരിക്കപ്പെടേണ്ട കേസാണ് പോലീസുകാർക്ക് തോന്നുവാണ്. അങ്ങനെ പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നേരെ ദേവമംഗലത്തേക്ക് പോവാണ്. ഇവിടെ ആരാ ആനന്ദ് എന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പുറത്തേക്ക് വരുന്നുണ്ട്. ഞാനാ സാറേ, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ മാത്രമല്ല, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലെ ബാക്കിയുള്ളവരുടെയും പേരിൽ. അല്ല, നിങ്ങളുടെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, സാറേ അവൾ ഇവിടെ ഇല്ല, അവൾ അവളുടെ വീട്ടിലാണ്. വീട്ടിലാണോ അത് നിങ്ങൾ പുറത്താക്കിയതാണോ? സർ, അത് ഞങ്ങളുടെ ഒരു കുടുംബ പ്രശ്നമാണ്. കുടുംബ പ്രശ്നം എന്താന്നേ, നിങ്ങളുടെ കുടുംബത്തെ മാത്രം ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇപ്പോൾ കംപ്ലൈൻറ്റ് തന്നിരിക്കുകയാണ് എന്ന് പറയാണ്. സാർ, കംപ്ലൈൻറ്റോ? അതെ, നിങ്ങൾ മനഃപൂർവ്വം ആ പെണ്ണിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയെന്നാണ് കംപ്ലൈൻറ്റ് എന്ന് പറയാണ്. സാറേ, അത് അവൾ തെറ്റ് ചെയ്തുകൊണ്ടാണ്. എന്ത് തെറ്റും ആയിക്കോട്ടെ, ഒരു പെൺകുട്ടീനെ താലി കെട്ടിയ പെൺകുട്ടി, നിയമപരമായിട്ട് താലി കെട്ടിയ പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുമ്പോഴേക്കും അത് നോക്കിയും കണ്ടും ചെയ്യേണ്ട ആനന്ദേ, അല്ലെങ്കിൽ ഇതുപോലത്തെ നിയമത്തിൻ്റെ നൂലാമാലകളൊക്കെ ഉണ്ടാകും. ഇപ്പം നിങ്ങൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ. ആ പെൺകുട്ടി എന്തെങ്കിലും അബദ്ധം ചെയ്തെങ്കിൽ ആനന്ദേ നിങ്ങൾ കുടുങ്ങുക വരെ ചെയ്യും. അതുകൊണ്ട് കേസ് ഞങ്ങൾ എന്തായാലും എടുത്തു കഴിഞ്ഞു, FIR ഇട്ട് കഴിഞ്ഞു. നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം. പോലീസ് ജീപ്പിൽ വരണമെന്നില്ല, ഞങ്ങൾ പോയി കേട്ടു 1 മണിക്കൂറിനുള്ളിൽ വന്നാൽ മതി. എനിക്ക് നിങ്ങൾ അത്രയ്ക്ക് പരിചയമുള്ളത് കൊണ്ടും അറിയാവുന്ന കൊണ്ടാണ് ആനന്ദിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകാൻ എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ബാല ആനന്ദിനെയും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ SI അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആകെ ഈശ്വര, ഗോമതി അവർ പോയി, ഈശ്വര ഞങ്ങളുടെ കുടുംബം നശിന്നല്ലോ, ആ ഒരുമ്പെട്ടവൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത്, എൻ്റെ മോൾ ഇനി പോലീസ് സ്റ്റേഷനിലും പോയി പരാതി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ എൻ്റെ ഈശ്വര, എൻ്റെ വീട് എന്താ ഇങ്ങനെയായി പോയല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഗോമതി സ്വയം പഴിക്കുകയാണ് ചെയ്യണം കേട്ടോ.
അങ്ങനെ ആനന്ദ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ അവരത് ഒത്തുതീർപ്പാക്കാനൊക്കെ നോക്കുന്നുണ്ട് പോലീസുകാർ. നിങ്ങൾ ഭാര്യനെ വിളിച്ചോണ്ട് വീട്ടിൽ പോ, എന്നിട്ട് എന്തൊക്കെ പ്രശ്നമാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്ക് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഉപദേശിച്ചിങ്ങനെ വിടുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അലോക് കാണുന്നുണ്ടെങ്കിലോ നമ്മുടെ അനു ഇല്ലാതെ ജീവിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയായിട്ടോ. അനുവിനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. അനു ആണെങ്കിൽ ഇത്രയും നാൾ പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല. വീണ്ടും അനു കോളേജിൽ പോകാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. കോളേജിൽ പോകുന്ന വഴിക്ക് അലോക് കാത്തു നിൽക്കുകയാണ്. അനുവിനെയും കാത്തു നിൽക്കുന്നുണ്ട്. അനു ഒറ്റക്കാണ് കോളേജിലേക്ക് പോകുന്നത്. തൻ്റെ ചേട്ടന്മാരോ അച്ഛനോ കൂടെ ഒന്നുമില്ല. അലോകിന് സന്തോഷമാവാണ്. അനുവിനെ കാണുമ്പോൾ തന്നെ അലോകിൻ്റെ കണ്ണ് നിറയാട്ടോ. അനുവിൻ്റെ അടുത്തേക്ക് അലോക് ഓടി പോകുന്നുണ്ട്. അനു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അനു ആകെ ഷോക്കായിട്ട് നോക്കുമ്പോൾ അലോകെ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നോട് സംസാരിക്കേണ്ടപ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു നടന്നു പോകുമ്പോൾ അനു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാനു. അനു എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. അനു എനിക്കിപ്പോഴാണ് മനസ്സിലായത് നിൻ്റെ സ്നേഹം, നിൻ്റെ ആ ഒരു പരിഗണന, നിൻ്റെ ആ ഒരു യഥാർത്ഥ പ്രണയമൊക്കെ എനിക്കിപ്പോഴാണ് തിരിച്ചിരുന്നത്. ഞാൻ വൈകിപ്പോയി അനു. പ്ലീസ് അനു, എനിക്ക് നിന്നെ കാണാതെ ഭ്രാന്ത് പിടിക്കുമായിരുന്നു അനു. ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കുമായിരുന്നു. എപ്പോഴും മുറ്റത്തിറങ്ങി നോക്കൂ അനു, ജനൽ വഴി നോക്കും നിന്നെ ഒന്ന് കാണാൻ പറ്റുമോയെന്ന്. നിന്നെ കാണാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അനു പ്ലീസ് അനു, എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനു. അനു പ്ലീസ് അനു, അനു പ്ലീസ് അനു എന്നൊക്കെ പറയുമ്പോഴേക്കും പക്ഷേ കൈവിട് അലോകെ. അനു പ്ലീസ് നീ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോയാൽ മതി അനു എന്ന് പറയുമ്പോഴേക്കും അത് കണ്ടുകൊണ്ട് നമ്മുടെ ആര്യൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആര്യൻ ദേഷ്യത്തിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് എടാ എൻ്റെ പെങ്ങളുടെ കൈവിടടാ എന്ന് പറയാണ്. ഏട്ടാ വേണ്ട ഏട്ടാ, അത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഏട്ടാ, പ്രശ്നം ഉണ്ടാക്കണ്ടെന്നോ? ഇവൻ നടുറൊട്ടി നിൻ്റെ കൈ കയറി പിടിച്ചിട്ട് നീ കണ്ടില്ലേ ഏട്ടാ? അലോകിനെന്തോ പറയാനുണ്ട്. എന്ത് പറയണ്ടെന്ന്? ഇവനൊന്നും പറയേണ്ടതും ചെയ്തേണ്ടത് കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്ത് കഴിഞ്ഞല്ലോ. അലോകെ, ഇനി എൻ്റെ പെങ്ങളുടെ 7 പോലും നിന്നെ കണ്ടുപോരുത്. ആര്യ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാനിപ്പോൾ പഴയ അലോകല്ല. ഓ പിന്നെ നീ അപ്പോഴേക്കും നിന്റെ സ്വഭാവം മാറിപ്പോയി. പോലീസുകാർ 2 ഉപദേശിച്ചപ്പോഴും ഒരാഴ്ച ജയിലിൽ കിടന്നപ്പോഴേക്കും നിന്റെ സ്വഭാവം മാറിയല്ലേ? അത് ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ? ഇതൊക്കെ നിന്റെ പുതിയ അടവാടാ. എൻ്റെ പെങ്ങളെ കയ്യിലെടുക്കാനുള്ള പുതിയ അടവ് എനിക്ക് മനസ്സിലായടാ. എൻ്റെ പെങ്ങളെ വീണ്ടും നിനക്ക് പ്രണയത്തിൽ വീഴ്ത്തണം, എന്നിട്ട് നീ വീണ്ടും പകരം വീട്ടണം. അതാ നിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം അല്ലേടാ നിനക്ക് കിട്ടുള്ളൂ. ഇനി മേലാൽ എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടല്ലോ അലോകെ, നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ അനുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അനു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അലോക് അവിടെ വിഷമത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അനു കാണുന്നത്. അനുക്കത് കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനുക്ക് വീണ്ടും അലോകിനോട് പഴയ ഇഷ്ടമുണ്ടല്ലോ അത് വീണ്ടും മനസ്സിലേക്ക് കയറി വരുവാണ് ചെയ്യുന്നത്. അലോക് വീണ്ടും അനുവിനെ കാണാൻ വേണ്ടി കോളേജിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ മാറി നിൽക്കുവാണ്. അങ്ങനെ അലോകിൻ്റെ സ്വഭാവം മാറിയെന്ന് നമ്മുടെ എല്ലാവർക്കും ബോധ്യപ്പെടുക കേട്ടോ. അങ്ങനെ അലോകിനെ വീണ്ടും അനുവിനെ കൊണ്ട് കെട്ടിച്ചാലോ എന്നൊരു ആലോചന നമ്മുടെ വീട്ടുകാർക്ക് വീണ്ടും വന്നു തുടങ്ങുകയാണ്. കാരണം എന്തായാലും അലോകിൻ്റെ കൂടെ പോയി അലോകിൻ്റെ ഭാര്യ എന്നൊരു പേരുണ്ട് അനുവിന്. അപ്പോൾ ഇനിയിപ്പോൾ ജീവൻ കാത്തു നിൽക്കാന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും അലോകായിട്ട് ഒന്നിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ജീവനായിട്ട് ഒന്നിച്ചാലും നാളെ സമയത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അനുക്കതിൻ്റെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അലോകിനായിട്ടുള്ള ജീവിതം വീണ്ടും തുടങ്ങിയാലോ, അവർ തമ്മിലുള്ള വിവാഹം ഓക്കെ ആക്കിയാലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമംഗലവും ദേവമംഗലവും ഒരുപോലെ ആലോചിക്കുന്നൊരു ഭാഗവും വരുന്നുണ്ട് ഇനി കേട്ടോ. തമിഴിൽ അങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. പക്ഷേ തമിഴിൽ ഈ അലോക് ഇങ്ങനെ മാറുന്ന പോലെ കാണിക്കണ്ടെങ്കിലും മാറത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിൽ ശരിക്കും മാറിയ പോലെയാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല, വരുമ്പോൾ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ.